മക്കളെ ഇതൊരു ബാച്ചിൻ്റെ ഫീച്ചേഴ്സ് പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ അല്ല. ബാക്കിൽ എഴുതി വെച്ചിട്ടുണ്ടെങ്കിലും സത്യം പറഞ്ഞാൽ ഇത്രയേ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. നിങ്ങളുടെ മനസ്സിൽ സംശയം ഉണ്ടാവും, ഈ എക്സാമിനറുടെ ബാച്ചിലൊക്കെ +1 ആണെങ്കിലും +2 ആണെങ്കിലും അതിലൊക്കെ ജോയിൻ ചെയ്ത് പഠിച്ചതിന് കാര്യമുണ്ടോ, ശരിക്കും അത് ജോയിൻ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? കാരണം യൂട്യൂബിൽ എന്തായാലും എക്സാമിനർ കൊടുക്കുന്നുണ്ട്, പല പല യൂട്യൂബ് പ്ലാറ്റ്ഫോംസ് ക്ലാസ്സസ് കൊടുക്കുന്നുണ്ട്, അത് എക്സാമിൻ്റെ സമയത്ത് നല്ല രീതിയിൽ ക്ലാസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ ബാച്ചിലൊക്കെ ജോയിൻ ചെയ്യുന്നതിന് എന്തെങ്കിലും ഉപകാരമുണ്ടോ എന്നാണ് നിങ്ങളുടെ മനസ്സിൽ ചോദ്യമെങ്കിൽ അതിനുള്ള ഉത്തരമാണ് തരാൻ പോകുന്നത്. ഒബ്വിയസ്ലി ഞാൻ കുറച്ച് ബയസ്ഡ് ഒക്കെ ആയിരിക്കും, കാരണം നമ്മൾ എക്സാമിനർ നടത്തുകയാണല്ലോ. എങ്കിൽ പോലും മാക്സിമം അൺഫിൽറ്റേർഡ് ആയിട്ട് അൺബയസ്ഡ് ആയിട്ടുള്ള ഒപ്പീനിയൻ ഞാൻ തരാൻ വേണ്ടി ശ്രമിക്കാം. അപ്പോൾ ചോദ്യം ഇതാണ്, എക്സാമിനറുടെ ബാച്ചിൽ ജോയിൻ ചെയ്ത് കാര്യമുണ്ടോ എന്നുള്ളതാണ്. ആൻസർ വളരെ സിമ്പിളാണ്. ആൻസർ ആക്ച്വലി വളരെ സിമ്പിൾ അല്ല. രണ്ട് ആൻസറുണ്ട്. കാര്യമുണ്ട്, കാര്യം ഇല്ലാതെയും വരാം. ഓക്കെ, അതെങ്ങനെയാണ് കാര്യമുള്ളത് എന്നും കാര്യം ഇല്ലാതെ ആവുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. നിങ്ങൾ എന്നോട് ചോദിക്കുകയാണ്, എക്സാമിനറുടെ ബാച്ചിൽ ജോയിൻ ചെയ്യുന്നതിന് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യം എന്താ, ഏറ്റവും ബെസ്റ്റ് കാര്യം എന്താണ്, അല്ലെ ഏറ്റവും എന്തിന് ഞാൻ ജോയിൻ ചെയ്യണം? സിംഗിൾ കാര്യം നിങ്ങളോട് ചോദിക്കുകയാണെങ്കിൽ നെക്സ്റ്റ് ഇയർ മുതൽ നിങ്ങൾക്കറിയാം നമ്മൾ ഓരോ ചാപ്റ്ററിൻ്റെയും ഫുൾ ചാപ്റ്റർ ലൈവ് നമ്മൾ ബാച്ചിൽ മാത്രമായിരിക്കും കൊടുക്കാൻ പോകുന്നത്. ഓക്കെ, അതിനർത്ഥം യൂട്യൂബിൽ ഒരിക്കലും ക്ലാസ് ഉണ്ടാവില്ല എന്നല്ല. ഇനി അങ്ങനെ കമൻറ്റ് ബോക്സിൽ യൂട്യൂബ് കുട്ടികളെ മാറുന്നു എന്നൊന്നും ചോദിക്കേണ്ട. യൂട്യൂബിൽ ക്ലാസ്സസ് ഉണ്ടാവും എക്സാം ഓറിയൻറ്റഡ് ആയിട്ട്. എക്സാം സമയത്ത് ഓണം എക്സാം വരുമ്പോൾ ആ സമയത്തുണ്ടാവും, ക്രിസ്മസിൻ്റെ സമയത്തുണ്ടാവും, മോഡലിൻ്റെ സമയത്തുണ്ടാവും, പബ്ലിക്കിൻ്റെ സമയത്തുണ്ടാവും. ഈ രീതിയിലായിരിക്കും, ആ സമയത്തായിരിക്കും നമ്മൾ ചാപ്റ്ററിൻ്റെയും അല്ലാത്ത മാരത്തോണും ലൈവ് പോകും. അല്ലാത്ത സമയത്ത് റെഗുലർ ആയിട്ട് പഠിക്കുന്ന സമയത്ത് അക്കാഡമിക് ഇയർ സ്റ്റാർട്ട് ചെയ്തിട്ട് ഓരോരോ ചാപ്റ്റേഴ്സ് നമ്മൾ ലൈവായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പോകുന്ന സാധനം കംപ്ലീറ്റ് ബാച്ചിലായിരിക്കും നമ്മൾ പോവുക. ഓക്കെ, ഇത് പുതിയ കാര്യമൊന്നുമല്ല, കഴിഞ്ഞ വർഷമൊക്കെ നമ്മൾ +1 ചെയ്ത കാര്യം തന്നെയാണ്. പക്ഷേ ഈ വർഷം വ്യത്യാസം എന്താ വെച്ചാൽ നമ്മൾ കഴിഞ്ഞ വർഷമൊക്കെ റെക്കോർഡ് ക്ലാസ്സാണ് കൂടുതൽ നമ്മൾ ഉപയോഗിച്ചത്. എക്സ്ട്രാ ലൈവ് ക്വസ്റ്റ്യൻ ഡിസ്കഷന് വേണ്ടിയിട്ടും ഡൗട്ട് ക്ലിയറൻസിന് വേണ്ടി ലൈവാണ് നമ്മൾ ചെയ്തത്. ഈ വർഷം അങ്ങനെ ആയിരിക്കില്ല. റെക്കോർഡ് ക്ലാസ്സസ് ആയിരിക്കും നമ്മൾ എക്സ്ട്രാ ആയിട്ട് നിങ്ങൾക്ക് വെച്ച് തരിക. നിങ്ങൾക്ക് എക്സ്ട്രാ കൂടുതൽ പഠിക്കണമെങ്കിലും ഡൗട്ട് ക്ലിയർ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് പോയി കാണാവുന്ന രീതിയിൽ കംപ്ലീറ്റ് ലൈവായിട്ട് എടുക്കുക. ഈ ലൈവ് ക്ലാസ്സസ് ഞാൻ പറഞ്ഞ പോലെ തന്നെ അത് യൂട്യൂബിൽ ആദ്യം മുതലേ നമ്മൾ എടുക്കില്ല. കാരണം അതിൻ്റെ ലോജിക്ക് വളരെ സിമ്പിളാണ്. എന്താ ലോജിക്ക്? പിന്നെ ഇതിനെ കുട്ടി ഫീസ് കൊടുത്ത് ജോയിൻ ചെയ്യുന്ന 4000 5000 കൊടുത്തിട്ട് എന്തിനാണ് ജോയിൻ ചെയ്യുന്നത്? ഓക്കെ, പ്രിഫറൻസ് എപ്പോഴും ഇനീഷ്യൽ സമയത്ത് തീർച്ചയായും ബാച്ച് സ്റ്റുഡൻസിൻ്റെ ആയിരിക്കും. എക്സാം ടൈമിൽ തീർച്ചയായും യൂട്യൂബിൽ സപ്പോർട്ട് ഉണ്ടാവും. ഇനി ഇവിടെ വരുന്നൊരു ചോദ്യം, സാർ അങ്ങനെയാണ് പിന്നെ എക്സാമിൻ്റെ ടൈമിൽ ഇരുന്ന് കണ്ടാൽ പോരെ, എന്തിനാ ആദ്യം വലിയ ഇരുന്ന് പഠിക്കുന്നത്? അപ്പോൾ അവിടെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒരു 3 വർഷം മുമ്പ് അല്ലെ 2 വർഷം മുമ്പായിരുന്നെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ കാര്യം വർക്ക് ചെയ്യായിരുന്നു എന്ന് ഞാൻ പറയും. എക്സാമിൻ്റെ സമയത്ത് ഇരുന്നും കൊണ്ട് ആ ലൈവൊക്കെ കണ്ട് പഠിച്ചാൽ നിങ്ങൾക്ക് ചിലപ്പോൾ A+ഓ അല്ലെ 80% 85 എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് കിട്ടാൻ ചാൻസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ കഥ മാറി തുടങ്ങി. നിങ്ങൾക്ക് തന്നെ അറിയാം, +2ൻ്റെ ന്യൂസ് മൊത്തം നിങ്ങൾ കേൾക്കുന്നതാണ്. പത്രങ്ങളിലും മീഡിയ ചാനലിലും അതുപോലെ തന്നെ നമ്മുടെ എക്സാമിനർ ചാനലൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ടഫായിട്ടുള്ള പരീക്ഷകളാണ്, ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ നിലവാരം കൂടി വരികയാണ്. പല ചോദ്യങ്ങളും PYQവിൽ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കാത്ത, പൊതുവേ നമ്മളിങ്ങനെ യൂട്യൂബിൽ എക്സാമിൻ്റെ തലേന്ന് പഠിപ്പിക്കാത്ത പല ടൈപ്പ് അല്ലെ സാധാരണ അങ്ങനെ പഠിപ്പിക്കാൻ പറ്റാത്ത ടൈപ്പ് ചോദ്യങ്ങളുണ്ട്, നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത. ഓക്കെ, അതായത് നേരത്തെ പഠിച്ച് ഉത്തരം പറയാൻ പറ്റും. പക്ഷേ പരീക്ഷയുടെ തലേന്ന് പഠിച്ചു കഴിഞ്ഞാൽ പറഞ്ഞു തന്നാൽ പോലും ചിലപ്പോൾ ഉത്തരം പറയാൻ പറ്റാത്ത ചോദ്യങ്ങളൊക്കെയാണ് പരീക്ഷ പേപ്പറിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അതെല്ലാ ക്ലാസ്സിലും ഇനി അങ്ങോട്ട് അങ്ങനെയാവും. ഇപ്പോൾ +2ൽ സ്റ്റാർട്ട് ചെയ്തു, +1ലും അങ്ങനെയാവും, SSLCയിലും അങ്ങനെയോ, അതിന് മെല്ലെ മെല്ലെ താഴേക്ക് അങ്ങനെ. അപ്പോൾ റിവേഴ്സിലായിരിക്കും നമ്മൾ പോവുക, നമ്മളല്ല ഗവൺമെൻറ് പോവുക. അപ്പോൾ ആ ലെവലിലേക്ക് പരീക്ഷ വരുന്ന സമയത്ത് ഈ പറഞ്ഞ പരീക്ഷയുടെ തലേന്ന് മാത്രമുള്ള പഠനം കൊണ്ട് നിങ്ങൾക്ക് നല്ല സ്കോറിലേക്ക് എത്താൻ പോസിബിൾ അല്ല. അത് ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ അറിയേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ +2ലെ സീനിയേഴ്സിനോട് പോയി ചോദിച്ചാൽ തന്നെ അവർ തന്നെ പറഞ്ഞു തരും നിങ്ങൾക്ക്. അപ്പോൾ അവിടെയാണ് ഇതിൻ്റെ ഹൈലൈറ്റ് വരുന്നത്. അപ്പോൾ നേരത്തെ നന്നായിട്ട് പഠിക്കാൻ ആഗ്രഹമുള്ള ഒരു കുട്ടിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കിത് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. കാരണം എക്സാമിനറിൻ്റെ യൂട്യൂബിൽ എടുക്കുന്ന അതേ ഫാക്കൽറ്റി തന്നെയായിരിക്കും നിങ്ങൾക്ക് വന്നിട്ട് ഡീറ്റെയിൽ ആയിട്ട് പല പ്രാവശ്യവും അങ്ങനത്തെ ക്ലാസ് എടുക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടി നല്ലോണം ക്ലാസ് എടുക്കാൻ പറ്റും. മറ്റേ പരീക്ഷയുടെ മാത്രം എടുക്കുന്ന സമയത്ത് എനിക്കൊക്കെ ഉള്ള പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ മാത്രമേ പറയാൻ പറ്റുള്ളൂ. കാരണം അത്രയുള്ള സമയമുള്ളൂ, അത്രേ നിങ്ങൾ കേട്ടിരിക്കുള്ളൂ. മറ്റേ നമുക്ക് കുറേ കാര്യങ്ങൾ പറഞ്ഞു തരാൻ പറ്റും. ഇത് പരീക്ഷയിൽ വരുന്ന കാര്യം തന്നെ, വെറുതെ രസത്തിന് വേണ്ടി മാത്രമല്ല, രസത്തിന് വേണ്ടി പറയും, വേറെ കാര്യം. പക്ഷെ പരീക്ഷയ്ക്ക് വരുന്ന കുറേ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരാൻ പറ്റും. ഇങ്ങനെ വരും, അങ്ങനെ വരും, ഈ ടൈപ്പ് ചോദ്യം, അതിൻ്റെ വേറെ മോഡിഫിക്കേഷൻ, പല നമ്മൾ ഓൾറെഡി ചെയ്യുന്ന കാര്യം തന്നെയാണ്, പുതിയ കാര്യങ്ങളൊന്നല്ല പറയുന്നത്. അപ്പോൾ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടും. അത് നിങ്ങൾക്ക് പരീക്ഷ ടഫായി വരികയാണെങ്കിൽ പോലും, പ്രത്യേകിച്ച് ടഫായി വരികയാണെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രീംലി യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഇനിയുള്ള കാലങ്ങളിൽ നന്നായിട്ട് പഠിക്കുന്ന കുട്ടികൾക്കേ കിട്ടുള്ളൂ. നന്നായിട്ട് പഠിക്കുന്നതാണ് ആദ്യം മുതലേ പഠിക്കുന്നത്. അപ്പോൾ അവർക്ക് ഏറ്റവും യൂസ്ഫുൾ ആകുന്ന സാധനമാണ്. പിന്നെ കുറേ ഫീച്ചേഴ്സൊക്കെ ഉണ്ട്, കുറേ ഇതിലും കൂടുതൽ ഫീച്ചേഴ്സ് നമ്മൾ ഓരോ സ്ലൈഡിൽ വെച്ച് പറയുന്നുണ്ട്. പക്ഷേ അതിനെപ്പറ്റി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി വരാൻ പോകുന്ന കുറച്ച് ഫീച്ചേഴ്സിനെ പറ്റി ഞാൻ പറയാം. അപ്പോൾ ഓരോ ചാപ്റ്ററിൻ്റെ ഈ ലൈവ് ക്ലാസ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തുണ്ടാവും, ആ ചാപ്റ്ററിൻ്റെ വർക്ക്ഷീറ്റ് ഉണ്ടാവും, ഒരു PDF ആണ്, കുറേ ചോദ്യങ്ങളുണ്ടാവും. അത് കുത്തിന്ന് ചെയ്യാം. ചെയ്താൽ എന്താ ഗുണം? ചെയ്താൽ പരീക്ഷയിൽ അന്നൊക്കെ ആയിരിക്കും ചോദ്യം വരിക, മനസ്സിലാവുന്നുണ്ടോ?
അതിലും PYQ മാത്രമായിരിക്കില്ല ഉണ്ടാവുക. നമ്മൾ തൊട്ട് കഴിഞ്ഞ വർഷത്തെ പരീക്ഷയുടെ സ്റ്റൈൽ നോക്കിയിട്ടായിരിക്കും ഇതിൽ ചോദ്യങ്ങൾ ആഡ് ചെയ്യുക. അപ്പോൾ ആ ഒരു ലെവല് കൂടിയ സാധനം നിങ്ങൾക്ക് ഇവിടെ കിട്ടും. ഇത് കൂടാതെ നിങ്ങൾക്ക് എന്തുണ്ടാവും, PYQ ഉണ്ടാവും. കാരണം എത്ര ടഫായിട്ട് പരീക്ഷ വന്നാലും മനസ്സിലാക്കേണ്ട കാര്യം ഒരു 60 to 70% മിനിമം PYQ എന്നായിരിക്കും. ബാക്കിയുള്ള 30% അവരെന്തെങ്കിലും കളിക്കുള്ളൂ. മനസ്സിലായില്ലേ? അപ്പോൾ PYQ എന്തായാലും ചെയ്യണം. അത് വീഡിയോ സൊല്യൂഷൻ ഉണ്ടാവുന്നതായിരിക്കും. എന്തിനാ വീഡിയോ സൊല്യൂഷൻ? പല ക്വസ്റ്റ്യൻസും നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ക്വസ്റ്റ്യൻ വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. അതിന് ആൻസർ കീ നോക്കിയാൽ പോലും പലർക്കും മനസ്സിലാവില്ല. അപ്പോൾ അത് ടീച്ചർ എക്സ്പ്ലെയിൻ ചെയ്യുന്ന സാധനമാണ് വീഡിയോ സൊല്യൂഷൻ. ടീച്ചർ എക്സ്പ്ലെയിൻ ചെയ്തത് നിങ്ങൾക്ക്. ലാസ്റ്റ് കാര്യമാണ് ബുക്സ്. ബുക്സ് എന്തിനാണ്? ബുക്സ് നോട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും നോട്ട്സൊക്കെ നിങ്ങൾക്ക് ഇവിടുന്ന് കിട്ടും. ബുക്സ് നിങ്ങൾക്ക് ആവശ്യമുള്ളത് കൂടുതൽ ചോദ്യങ്ങൾ, പ്രത്യേകിച്ച് എക്സാമിനോട് അടുക്കും തോറും യൂട്യൂബിൽ നമ്മൾ സ്റ്റാൻഡേർഡായിട്ട് സ്ഥിരമായിട്ട് ചെയ്യുന്ന ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ള ചോദ്യങ്ങളായിരിക്കും ചെയ്യുക. ബുക്കിൽ നിങ്ങൾക്ക് അല്ലാത്ത ചോദ്യങ്ങളുണ്ട്. അപ്പോൾ പഠിക്കാൻ ആഗ്രഹമുള്ളൊരു കുട്ടിയാണ് നിങ്ങളെങ്കിൽ ഇത്രയും കാര്യങ്ങൾ ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് എക്സാമിനറുടെ ബാച്ച് ജോയിൻ ചെയ്യുന്നതിൽ ഗുണമുണ്ടാവും. മനസ്സിലായില്ലേ? ഉപയോഗിച്ചാൽ. അതല്ല നിങ്ങൾക്ക് പരീക്ഷയുടെ തലേന്ന് മാത്രം ലൈവ് മതിയെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബ് ക്ലാസ് മാത്രം ആശ്രയിച്ചും നിങ്ങൾക്ക് പരീക്ഷയിൽ പാസ്സൊക്കെ ആവാൻ പറ്റും. പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ മൊത്തത്തിൽ ഗെയിം ഒന്ന് ലെവലപ്പ് ചെയ്യണം, പഠനത്തിൽ ഒന്നും കൂടി നന്നാവണം, മൊത്തത്തിൽ ഒന്ന് ട്രാൻസ്ഫോർമേഷൻ ലൈഫിലും വരുത്തണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ ഇപ്പോഴത്തെ കറൻറ്റ് എൻവയോൺമെൻറ്റ് പരീക്ഷയുടെ ഡിഫിക്കൽറ്റിയൊക്കെ വെച്ച് നോക്കുമ്പോൾ പോസിബിൾ അല്ല. അല്ലെ പിന്നെ നിങ്ങളുടെ സ്കൂളിൽ നല്ല ക്ലാസ് ആയിരിക്കണം, നിങ്ങളെ നന്നായി ശ്രദ്ധിച്ചിരിക്കണം, ഹോംവർക്കും കാര്യങ്ങളൊക്കെ ചെയ്താൽ ഒരു പക്ഷേ ഈ എക്സാമിനറിൻ്റെയോ ആരുടെയും ബാച്ചിലാണ് നിങ്ങൾക്ക് പറ്റുമായിരിക്കും. പക്ഷെ അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യം ഞാൻ സ്കൂളിൽ പഠിച്ചപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. എനിക്ക് സഹായം വേണ്ടി വന്നു. ഓക്കെ, എനിക്ക് അഡ്മിറ്റ് ചെയ്യാൻ ഒരു മടിയില്ല. ട്യൂഷനൊക്കെ പോയിട്ടാണ് ഞാൻ മാർക്കൊക്കെ വാങ്ങിച്ചത്. അല്ലെങ്കിൽ ചിലപ്പോൾ എനിക്ക് മാർക്ക് പോലും കിട്ടില്ലായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ പറ്റുമെങ്കിൽ ഇറ്റ് ഇസ് ഓക്കെ. അതർവൈസ് നമ്മുടെ ബാച്ച് ഉണ്ട്. ബാക്കി നിങ്ങൾ ചിന്തിക്കേണ്ടതെന്ന് വെച്ചാൽ എക്സാമിനർ ടീച്ചേഴ്സ് നല്ലതാണോ നിങ്ങൾ ആലോചിക്കുക. നിങ്ങൾക്ക് അവരായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ ആലോചിക്കുക. അവർ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ, അവരൊരു ക്വാളിറ്റിയുള്ള ടീച്ചേഴ്സാണോ എന്നുള്ള കാര്യം നിങ്ങളുടെ രീതിയിൽ നിങ്ങൾ ക്ലാസ് കാണുന്നില്ല. അതിനെപ്പറ്റി കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. അങ്ങനെ ആലോചിച്ചിട്ട് ബാക്കി ഫീസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളിലൂടെ നിങ്ങൾക്ക് വർക്ക് ആവുമെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അല്ല നിങ്ങൾ ജോയിൻ ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് ഞാൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ പറ്റുന്നത്രയും അൺബയസ്ഡ് ആയിട്ട് പറയാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. എങ്കിലും കുറച്ച് എക്സാമിനറെ നോക്കി പറയുന്നതൊക്കെ ഞാൻ വന്നിട്ടുണ്ടാവും. പക്ഷെ പറ്റുന്നത്രയും നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ടൊരു വീഡിയോ എന്നുള്ള രീതിയിലാണ് ഞാൻ ഉദ്ദേശിച്ചത്. അത് ഇൻഫോർമേറ്റീവ് ആയി എന്നാണ് എൻ്റെ പ്രതീക്ഷ. അങ്ങനെയാണ് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ബാച്ചിൽ ജോയിൻ ചെയ്യുന്നുള്ളതൊക്കെ സെക്കൻഡറി കാര്യമാണ്. നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായോ, എന്താണ് റിയാലിറ്റി എന്നുള്ള കാര്യം മനസ്സിലായി എന്നാണ് എൻ്റെ പ്രതീക്ഷ. അങ്ങനെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. കൂടുതൽ ബാച്ചിലെ കാര്യങ്ങൾ എങ്ങനെ ഉപയോഗിക്കണം, എങ്ങനെ ഉപയോഗിക്കാതിരിക്കണം, അല്ലെ വെറുതെ ജോയിൻ ചെയ്തിട്ട് പൈസയും സമയം വേസ്റ്റ് ആവാതിരിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ മറ്റൊരു വീഡിയോസിൽ ചെയ്യാൻ എനിക്ക് ആഗ്രഹമുണ്ട്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അതും പറയുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം മക്കളെ. ബൈ ബൈ.